കാണാണ് മുഹമ്മദ് മുസ്തഫ. സ്വഹീഹായ പ്രമാണമാണ്. തുഴറൽ അലയ്യ അമാലുക്കും, നിങ്ങളുടെ സകല പ്രവർത്തനങ്ങളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുകയാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദയിലുള്ള ഏറ്റവും വലിയ പണി ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കലാണ്. അല്ലാഹുവേ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോയ ലക്ഷങ്ങളായ ഹാജിമാര് അറഫായുടെ വിശാലമായ മൈതാനിൽ പ്രാർത്ഥന നിർഭരയായി കഴിഞ്ഞു കൂടിയതിനു ശേഷം കല്ലെറിയാൻ മിനായിലേക്ക് പോയപ്പോ എന്റെ പരീക്ഷണത്തിൽ പെട്ട് എഴുന്നേൽപ്പിച്ചില്ല ആളുകൾ മനുഷ്യരുടെ പേരില് പല പല ചർച്ചകളാ. ചിലര് പറയുന്നു കാശും പോയി ആളും പോയി, ചിലര് പറയുന്നു അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെയാണ് ഞാൻ പോകില്ല. ചിലരും മരിച്ചവരുടെ നരുടഭാരങ്ങളിൽ നീളം ഇപ്പോഴും മുറക്കമില്ലാതെ പേടിച്ചു നടക്കുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ഇത് കണ്ടുകൊണ്ടൊരു പോലെ സന്തോഷിക്കുകയായിരിക്കാം. അറഫാന്റെ പുണ്യമായ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയിട്ട് മനസ്സും ശരീരവും ഒരുപോലെ കയ്യിൽ മതിയാക്കി ഇഹ്റാമിന്റെ വേഷത്തിലായി മിനായിൽ വെച്ചുകൊണ്ട് ഹജ്ജിന്റെ മുഖ്യ കടയങ്ങളുടെയെല്ലാം പൂർത്തീകരണാനന്തരം ജംറത്തുൽ അഖബയേറിയാൻ കാത്തിരിക്കുന്ന മഹാന്മാരായ ഹാജിമാരും ഇഹ്റാമിന്റെ വേഷത്തിലായി മരിച്ച അവരെ സ്വീകരിക്കാൻ പാരത്രിക പാരിതോഷികവുമായിട്ട് കാത്തിരിക്കുന്നത് പ്രപഞ്ചത്തിൽ പ്രബലനിഞ്ഞ പ്രവാചക പൂങ്കവര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റബ്ബേ അതിന്റെ സൗഭാഗ്യം അവർക്ക് നീ നൽകണേ തമ്പുരാനേ. ദുരിതത്തിന്റെയും ദുരന്തത്തിന്റെയും ചാട്ടവാറ് വന്നാൽ എത്ര ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? എത്ര ഗവൺമെന്റ് പരിശ്രമിച്ചിട്ട് എന്താണ് കാര്യം? ഇതിന്റെ സംരക്ഷണം ഒരു സെക്കൻഡെങ്കിലും എടുത്തു മാറ്റിയ ഭൂമി ചാമ്പലാണ് അല്ലാഹ്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ആരംഭത്തിൽ പടച്ചവനോട് മനംകൊട്ടി ദുആ ചെയ്യുകയാണ്. റബ്ബേ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, റസൂലിന്റെ ബറക്കത്ത് കൊണ്ട്, സദസ്യരുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ദുരിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കൊടുങ്ങനെയുള്ള മരണങ്ങളിൽ നിന്നും ശത്രുചിന്തകന്റെ ചാടിക്കാറ്റത്തിൽ നിന്നും മേശനിക്കാരന്റെ ഉപദ്രവത്തിൽ നിന്നും മാരണക്കാരന്റെ അപകടങ്ങളിൽ നിന്നും അവൻ പരത്തുന്ന നാശത്തിൽ നിന്നും റബ്ബേ ഞങ്ങളെയും ബന്ധുമിത്രാദികളെയും അഭ്യുദയകാംക്ഷികളെയും ഞങ്ങൾ സ്നേഹിക്കുന്നവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നവരെയും നീ സലാമത്താക്കണേ അല്ലാഹ്. ആരാണ് മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈസാ നബിയുടെയും മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയോ അല്യസഅ നബിയുടെയും യൂനുസ് നബിയുടെയും യൂസുഫ് നബിയുടെയും മഹാനരായ സുലൈമാൻ നബിയുടെയും ശുഐബ് നബിയുടെയോ മഹാന്മാരായ സകല അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും സ്വഭാവ വൈശിഷ്ട്യങ്ങളെല്ലാം ഒരുമിച്ചുകൂടി മേളിച്ചു നിൽക്കുന്ന അത്ഭുത പ്രപഞ്ചത്തിലെ സകല പുഷ്പസുഗന്ധങ്ങളും വിളർന്നിരിക്കുന്നൊരു ഭംഗിയുണ്ടെങ്കിൽ അതാണ് മഹാനരായ മുഹമ്മദ് റസൂലുള്ളാഹ്. ാവുതങ്ങൾ അവിടുത്തെ വലപ്പെട്ട വാക്കുകളിൽ പറഞ്ഞില്ലേ? വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തം ഉദ്ധരിച്ചില്ലേ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിനെ കുറിച്ച് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീനാണ്. ചെറുപ്പക്കാര അല്ലാഹു റബ്ബുൽ ആലമീനാണെങ്കിൽ അവന്റെ ഇഷ്ടദാസരായ അഹബ്ബുൽ ഖൽഖായ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അല്ലാഹു മഹ്മൂദാണ്.
മുത്തുനബി മുഹമ്മദാണ്. അല്ലാഹു അഹദാണ്, മുത്തുനബി അഹമ്മദാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർളാണ്, മുത്തുനബി നൂറു സഖലൈനിയാണ്. നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ എന്ന് പറയട്ടെ, അന മിൻ നൂരില്ലാഹ് വൽ മുഅ്മിനൂന മിൻ ഖൈരി നൂരി. ഞാൻ അല്ലാഹുവിന്റെ പ്രഭയിൽ നിന്ന് വന്നതാണ്. എല്ലാ വിശ്വാസികളും എന്റെ പ്രഭയുടെ അലയൊലികളാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനമിന്നൂരില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രകാശമാണ്, അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് വന്നതാണ്. വൽ മുഅ്മിനൂന മിൻ ഫൈളി നൂരി, എല്ലാ വിശ്വാസികളും എന്റെ പ്രഭയുടെ അലയൊലികളാണ്, അലയൊലിയാണ്, പ്രതിഫലനമാണ്, അതിന്റെ പ്രസരണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പ്രഭു. എല്ലാ പ്രഭയും വന്നത് ഈ അടിസ്ഥാന സ്രോതസ്സായ പ്രഭയിൽ നിന്ന്. ശാസ്ത്രം വായിക്കുന്ന കുട്ടികൾക്കറിയാം, ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്യുന്ന ശാസ്ത്ര നിരീക്ഷകന്മാരിൽ പലരും പറയുന്നുണ്ട് ഈ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായത്. തർക്കല്ല, അവിതർക്കിതമാണ്. ഒരു പൊട്ടിത്തെറിയിലൂടെ, നെബുലയിൽ നിന്നൊരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായിത്തീർന്ന ഈ പ്രപഞ്ചത്തിന്റെ ആവിഷ്കാരം, ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വ സ്രോതസ് ഒരു പ്രഭയാണ്. പക്ഷെ ആ പ്രഭയുടെ ഉത്ഭവം എന്താന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാകുന്നില്ല. ആ പ്രഭ എന്താണെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. ആ പ്രഭയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പ്രഭയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق الآلاء وسماه محمدا. ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത ശാസ്ത്രജ്ഞന്മാർക്ക് പിടുത്തം കിട്ടാതെ പേന വെച്ച് കീഴടങ്ങി പിന്തിരിഞ്ഞ അത്ഭുത പ്രഭയാകുന്ന പ്രതിഭാസമില്ലേ, അത് എന്താണ് എന്നാണ് ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത ശാസ്ത്രജ്ഞന്മാർ പേന വെച്ചെടുത്ത് പേനയെടുത്തില്ലേ. മഹാനായ മഹ്ലൂമെന്നുള്ള പറഞ്ഞില്ലേ, മുസ്തഫ നബിയുടെ പ്രഭയാണ് പരസ്പരം സൃഷ്ടിച്ചത്. അത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു സൃഷ്ടിച്ചത് മുഹമ്മദീയ പ്രഭയാ. അത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ, വിസ്മയമാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കണ്ണുള്ളത് കാണാനാണ്, മൂക്കുള്ളത് മണക്കാനാണ്, കൈ സൃഷ്ടിക്കപ്പെട്ടത് പിടിക്കാനാണ്, കാല് സൃഷ്ടിക്കപ്പെട്ടത് നടക്കാനാണ്, കൽബ് സൃഷ്ടിക്കപ്പെട്ടതോ അത് പ്രളയെ വയ്ക്കാനാണ്. കൽബാണ് അന്താ തങ്ങൾ സാക്കിനുഹുവ കൽബിന്റെ അകത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. എന്നാൽ കൽബിന്റെ ഉടമയല്ല. മറ്റു മാർഗദർശികളെ പരതി അറിയേണ്ടവനല്ല. അവനുള്ള മാർഗദർശനം മൊത്തം റൗളയിൽ നിന്ന് കിട്ടുന്നതാണ്. ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഇതും കാണും ഇതും കേൾക്കും റൗളയുടെ നായക നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ ധാരകേ ജീവിതത്തിയാൻ വിശാലമായ ഞങ്ങൾ കാട്ടിൽ പറവയെടുത്തപ്പോ പിന്നീട് എല്ലാവരും മക്കാനിവാസികളാരായി. ആർക്കും വേണ്ടാതെ തളച്ച് തുപ്പപ്പെട്ട മണ്ണ് പെണ്ണ് കണ്ണ് പെണ്ണ് എന്ന ജീവിതമുദ്രയിൽ ജീവിതം നശിപ്പിച്ച ഒരു വിഭാഗത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഇന്ന് നമ്മൾ ആവേശത്തോടെ ഈശ്വരം മുഴക്കുകയില്ല.
കാരണം അവരുടെ ഇടയിൽ നിലവിളിലായതാണ്. ആ ഇരുട്ട് കോട്ടകൾ നക്ഷത്രങ്ങളായി മാറിയത് ഈ അമ്പലിയാമിനാബിയുടെ ഉദരത്തിൽ വെളിയിൽ വന്നതാണ്. മുഹമ്മദ് മുസ്തഫ അതോടെ കൈമുടി മാറുകയാ, അതോടെ ഫാറൂഖ് മാറുകയാ. ഏറ്റവും വലിയ അപകടമായിരുന്ന ആരടാ എന്ന് ചോദിച്ചാൽ സകല അഹങ്കാരത്തിന്റെ ചിറകുവിടറിയിട്ട് മക്ക മരുഭൂമിയെ ഉറപ്പിച്ച് ഞാനടാ എന്നൊരു പ്രഖ്യാപിച്ചിരുന്ന ധീരധീര ശൂരപരാക്രമിയായ ആരായ അറിയോ? ജീവിതത്തിൽ 3 പെൺകുട്ടികളെ ജീവനോടെ കുറിച്ച് മൂടിയ ആ ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുന്ന സമയത്ത് പെരുന്നാൾ ദിനത്തിലാണ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല കണ്ടിട്ട് പറയുകയാണ്, എന്തോ മദീനക്കാരെ പുത്തനടയാളകൾ അതുകൊണ്ട് ചുറുചുറുക്കുള്ള കുറുവക്കാർ ധനികൾ മുഴക്കാൻ പള്ളിയിൽ ഒരേച്ച് കൂടിയപ്പോ രാജ്യം ഭരിക്കുന്ന അമീറിന്റെ മകന് അതാ തുന്നി ചേർത്തിട്ടുള്ള കൂലിപ്പറിഞ്ഞ കുപ്പായമിട്ടുകൊണ്ട് പെരുന്നാളിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ കൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോന് പുത്തനുടയാളുകൾ അറിയാനുള്ള സാമ്പത്തിക ശേഷി പോലും രാജ്യം ഭരിക്കുന്ന അമീറിന്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പ്രമോദനോട് ചോദിക്കറിഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട മകൻ പറയുന്നു, നിങ്ങളെനിക്ക് കുപ്പായം വാങ്ങി തന്നില്ലെങ്കിലെന്താ, നിങ്ങളെനിക്ക് സുഭിക്ഷമായ ഭക്ഷണം വാങ്ങി തന്നില്ലെങ്കിലെന്താ, സുഗന്ധം വിളിച്ചേശുന്ന അതിര് തന്നില്ലെങ്കിലെന്താ, നിങ്ങളെന്റെ കൽബിനകത്ത് കൊത്തിവെച്ചില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് قلبي مجديت وعدين طابا طابا أمضي ذلكها هلوي ذلكا എന്റെ കൽബിൽ മലീമസമായ ഒരുപാട് ചിന്തകളായിരുന്നു, എന്റെ കൈ ഒരുപാട് വിചാരങ്ങളായിരുന്നു, എന്റെ കൽബിൽ ഗതിയുടെ തന്മയായിരുന്നു, എന്റെ കൽബിൽ സീരിയലിനോടുള്ള ഇഷ്ടമായിരുന്നു, എന്റെ കൽബിൽ കോമഡിയോടുള്ള ആഗ്രഹമായിരുന്നു, ഞാനൊരു സിനിമാ പ്രേമിയായിരുന്നു. അപ്പോഴാണ് എന്റെ കൽബിലേക്ക് വിരുന്നുകാരനായി മദീനയുടെ സ്വാമിക ലോകത്തിന്റെ പ്രഭുവേ, പ്രപഞ്ചത്തിന്റെ പ്രഭയെ അഷ്റഫുൽ ഖൽഖി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തായ റസൂലിന്റെ ചിത്രമെന്റെ കൽബാകുന്ന കർണാടിയിലൊന്ന് പതിഞ്ഞപ്പോ എന്റെ കൽബങ്ങൾ പരിശുദ്ധമായിരിക്കുകയാ എന്ന് പരിപൂർണവർ പറഞ്ഞതുപോലെ സാക്ഷാത്തിന്റെ ദുഷിച്ച സംസ്കാരങ്ങൾ വാരി പുണർന്നു ജീവിതത്തിന്റെ പരിശുദ്ധ പലിശയുമായി കൊലയുമായി ഭീകരമായ നരകത്തീജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ള കേരളങ്ങളായി മാറുന്നതിന് പകരം നിന്റെ രാത്രിയിൽ മദീന മലർവാടിയിൽ പാലിൽ പറക്കുന്ന ഒരു ചിത്രശലഭമായി നിനക്ക് മാറുന്ന മോനെ. അതുകൊണ്ട് മനസ്സിന്റെ മറാകവാടങ്ങൾ അടക്കപ്പെട്ടത് തുറക്കാനുള്ള ഒരു ചാവിയാണ് സ്വലാ. അതുകൊണ്ട് മുഹമ്മദ്